ഞാൻ എൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പഴയ കാലമല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. പണ്ട് എന്താ പറയുക, ഒരു മാതൃഭൂമി മനോരമ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. ഒന്നുകൂടെ ചോദിക്കുകയാണേ, ഈ ഭയങ്കര ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സൂപ്പർ കൂളാണല്ലോ. എൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി വോട്ടർമാരെ എന്താ പറയുക, ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യാം. ക്ലൈമറ്റ് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ്, എന്ത് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും നമ്മളെ പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടിരിക്കും. പുഴ നിറഞ്ഞൊഴുകിയാൽ ബോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കരയിലെ വോട്ടർമാരെ കൊണ്ടുവരാൻ. എത്ര ശതമാനം പോളിംഗ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ? നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 78 വരെ പോകാം, അത് മാക്സിമം. പിന്നെ മഴക്കനുസരിച്ച് 70 to 78%. 70-ൽ താഴാൻ സാധ്യത വളരെ കുറവാണ്. അമരമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെ LDF-ന് കഴിഞ്ഞ പ്രാവശ്യം 1000-ന് മുകളിൽ ലീഡുള്ള പഞ്ചായത്താണ്. ഇവിടെയൊക്കെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അതൊക്കെ PVN റോട്ടിൽ കൂടെ തെണ്ടി ഉണ്ടാക്കിയ വോട്ടാണ്, മനസ്സിലായില്ലേ? ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ CPM-ന് 4 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 18 സീറ്റാണ്. 9000 വീട് മുനിസിപ്പാലിറ്റിയിൽ കാൽനടയായി കയറി ആളുകളോട് വോട്ട് വെച്ചിട്ട് കിട്ടിയ വോട്ടാണ്. അൻവർ പോയിട്ട് രോമം പോയില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടുത്തെ സഖാക്കളത് അത് പ്രതികരിക്കും. സംസ്ഥാനത്ത് ഇരുന്നിട്ടല്ല അത് പറയേണ്ടത്. ഇവിടെ ഓരോ പഞ്ചായത്ത്, ഞാൻ വരുമ്പോൾ എത്ര പഞ്ചായത്തല്ലേ, ഞാൻ വരുന്ന സമയത്ത് എന്താ 1 or 2 പഞ്ചായത്താണ്, ഒരു പഞ്ചായത്ത് എന്താണെന്നില്ല. ബാക്കി മുഴുവൻ കഠിനാധ്വാനം നടത്തിയിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആ പാർട്ടി ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത്. 100%. സാധാരണ CPM-ന്റെ കേഡർ വോട്ടുകളൊന്നും ഇളകില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ചിത്രം. പക്ഷേ PVN പറഞ്ഞു കേഡർ വോട്ടുകൾ പോലും വിള്ളൽ വീഴുന്നുണ്ട്. അത് അത്രത്തോളം സാധ്യമാണ്. കേഡർ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ കേഡർ വോട്ട് എവിടെയും പോകില്ല എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് പറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതിന് ബാക്കി വോട്ടൊക്കെ പോയി. പിന്നെന്താ ഈ 60,000 വോട്ടിന് കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അതിൻ്റെ താഴെയാണ്. പിന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ട് അടുക്കളയിൽ ചന്തി ഞെരങ്ങാണ്. അതിൽ ചിലപ്പോൾ 2000-3000 കൂടി കിട്ടും. അതാ 35,000-ന് മേലെ പോകില്ല എന്ന് ഞാൻ പറയുന്നത്. അതും ജനം പരിഗണിക്കുമെന്നുള്ള സംശയത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കേസ് ആരാണ് കെയർ ചെയ്യാനല്ലേ? ഒരാൾ കെയർ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ ചർച്ച. അപ്പോൾ അങ്ങാടിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആളുകൾ എത്തുമ്പോൾ അത് ഒരു കരുത്ത് കാണിക്കലായിട്ട് തൃണമൂലിനോ അല്ലെങ്കിൽ PVN പ്രവർത്തകർക്കും സാധിക്കില്ലായിരുന്നു. ആ കരുത്ത് കാണിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണല്ലോ ഇത് 2 സ്പ്ലിറ്റാക്കിയത്. ചരിത്രത്തിൽ എവിടെയെങ്കിലും കുട്ടിക്കലാശ അസംബ്ലിയിൽ സ്പ്ലിറ്റാക്കിയിട്ടുണ്ടോ? 10,000-ഓളം സ്ത്രീകളെന്ന് ഇറങ്ങുകയാണ്. 10,000-ഓളം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആവറേജ് ഒരു പഞ്ചായത്തിൽ നിന്ന് 1000 തൊട്ട് 1500 വരെ സ്ത്രീകൾ ഇറങ്ങാൻ നിന്നതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ജനപങ്കാളിത്തം ഉണ്ടാകാൻ പോയിരുന്നത്. അതിനിപ്പോൾ ആരെ വെച്ചാൽ എന്താ, ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി ഇത്ര വലിയ ആൾ കൂടുന്നു, അപ്പോൾ സ്പ്ലിറ്റാക്കി. അപ്പോൾ പിണറായിനൊക്കെ അത്ര വിളവിലും ചെറിയ വിളവ് എനിക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഫീൽഡിൽ പോകാനാണ്. നമ്മൾ കൊട്ടിക്കലാശം, കൊട്ടിത്തുടക്കം കലാശമല്ല, 23-ാം തീയതി ഉണ്ടാവും. അത്ര വിഡ്ഢികളൊന്നുമല്ല നിലമ്പൂരിലെ വോട്ടർമാർ. കേരളത്തിൽ മുഴുവൻ ആളുകൾ വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ല മുഴുവൻ അവിടെ ഉണ്ട്. അവിടെ കണ്ട് വോട്ട് ചെയ്യാൻ നിൽക്കുക ജനം. അത്ര വിവരക്കേട് നിങ്ങൾ പറയരുത്. നിലമ്പൂരിലെ ജനന്മാർക്ക് അത്രയും എന്താ പറയുക, കോമൺ സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുമോ? ഇതെൻ്റെ കുടുംബം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ. എൻ്റെ കുടുംബത്തിൽ ബുദ്ധിശൂന്യമായ ആളുകളാണെന്ന് പറഞ്ഞാൽ സംഗീത, ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കടകൾ കയറി ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ്. വളരെ കൂളാണ് PVN-ന്റെ കൂടെ ഉള്ളവരും കൂളാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 75,000-ലധികം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മിനിമം 75,000 വോട്ട് ലഭിക്കും. അത്തരത്തിലുള്ള പ്രചരണ രീതികളാണ് നടത്തുന്നത്. LDF-ൽ നിന്ന് 35 മുതൽ 40% വരെ വോട്ട് ലഭിക്കും. UDF-ൽ നിന്ന് 25% മുതൽ 30%
50% വരെ വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ് അൻവർ ക്യാമ്പിന്റെ വിലയിരുത്തൽ. അല്പം മുമ്പ് അൻവർ പറഞ്ഞതുകൊണ്ടാണ് കൊട്ടിക്കലാശം എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ച് ഒരു പോയിന്റിലായിരുന്നുവെങ്കിൽ 10,000-ലധികം സ്ത്രീകൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ ഇന്ന് ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ കൊട്ടിക്കലാശം മാറ്റിയത് കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. ഇപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്തും പ്രചരണം നടത്തി അവിടെ നിന്ന് ആളുകളെ കണ്ട് വോട്ട് നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. വ്യത്യസ്തമായ പ്രചരണം, പൂർണ്ണമായും നമ്മൾ ഇന്നേ വരെ തെരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പ്രചരണമാണ്. തുടക്കം മുതൽ അൻവർ ഈ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതീക്ഷിക്കാത്ത കുടുംബയോഗങ്ങൾ അധികമില്ല, ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം യൂസഫ് പഠാൻ വന്ന സമയത്ത് വലിയ തരത്തിൽ ആവേശം ഉണ്ടാക്കുന്ന തരത്തിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു റാലി നടക്കുകയുണ്ടായി. ആ റാലിയിലാണ് LDF-ന്റെയും UDF-ന്റെയും ക്യാമ്പുകൾ അൻവർ പിടിക്കുന്ന വോട്ടുകളെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് ചർച്ച ഉയർന്നു വരാനുള്ള കാരണമായത്. കാരണം അത്രത്തോളം പങ്കാളിത്തം ആ റാലിയിലുണ്ടായി. അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവർ ഫാക്ടർ എത്രത്തോളം വലുതാണ് എന്നുള്ള ചോദ്യം ഉയരാൻ തുടങ്ങി. ആ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാൽ അൻവർ ക്യാമ്പ് പറയുന്നത് ഒറ്റയ്ക്ക് തന്നെ 75,000-ലധികം വോട്ടുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിണറായിക്കെതിരായിട്ടുള്ള വോട്ടും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വിമർശനങ്ങൾ, അയാളോടുള്ള വിയോജിപ്പുള്ള വോട്ടുകളും തങ്ങളിലേക്ക് ലഭിക്കുമെന്നുള്ള അൻവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 75,000-ലധികം വോട്ടുകൾ ലഭിക്കുമെന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ളതാണ്. സംഗീത വളരെ കാവ്യാത്മകമായി പറഞ്ഞാൽ അവിടെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളും മുദ്രാവാക്യ വിളികളും കൊടികളുടെ ആഘോഷമൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇവിടെ സമാധാനമാണ്. ചായയും കുടിച്ച് അൻവർ വളരെ കൂളായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അജിത്ത്, അതെന്താണെങ്കിലും വ്യക്തമാണ്. അൻവർ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അൻവറിൻ്റെ അവിടെ വർണ്ണാഭങ്ങളില്ല, ഒപ്പം ഈ പറയുന്ന ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. പക്ഷേ അൻവർ എന്താണ് അവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.